സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണുവാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഭാഗ്യവാന്മാരായി തീരുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ എന്നുള്ള സത്യം വിസ്മരിക്കരുത്. അതിന് ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ്ഫുൾ ഫിയർ, ബഹുമാന ആദരവോടുകൂടിയുള്ള ഒരു ഭയമാണ്. നമ്മളെ ശിക്ഷിക്കുന്ന ദൈവത്തെയല്ല, രക്ഷിക്കുന്ന ദൈവത്തെയാണ് നാം കാണേണ്ടത്. അവിടുത്തെ വഴികൾ, നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും ഓടുവഴികൾക്ക് പ്രകാശവുമാണ്. നമുക്ക് കാണിച്ചെന്ന വഴി ശൂന്യവൽക്കരണത്തിൻ്റെ വഴിയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോൾ തന്നെ ക്രൂശിച്ചവരോട് നിരുപാധികമായി ക്ഷമിച്ചുകൊണ്ട് ശത്രുസ്നേഹത്തിൻ്റെ മാഹാത്മ്യം പഠിപ്പിച്ച തമ്പുരാൻ സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ സ്നേഹമില്ല എന്ന് പ്രഘോഷിച്ചവനാണ്. ആ വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ അവിടുത്തോടുകൂടി പാടുപീടുകൾ സഹിക്കുവാനും മരിക്കുവാനും മഹത്വത്തോടുകൂടി പുനരുത്ഥാനം ചെയ്യുവാനുമുള്ള വലിയ അനുഗ്രഹമാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. നമ്മുടെ അധ്വാനം ഫലദായകമാകുവാൻ അവിടുന്ന് എപ്പോഴും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ്. കുടുംബജീവിതത്തിൽ ആയിരിക്കുന്നവർക്ക് അനുയോജ്യരായ ഭാര്യയെയും തിരുക്കുടുംബത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിനെ പോലെയുള്ള ഭർത്താക്കന്മാരെയും മക്കളെയും നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണ് നാം അവിടെ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ അതിനെ ഒരു യാഥാർത്ഥ്യമായി കാണുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് 128 സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വ്യക്തിപരമായ ജീവിതം ആകുലതകളില്ലാത്ത ഒരു ജീവിതമാക്കി മാറ്റണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണെന്നുള്ള ബോധ്യം. കുടുംബത്തിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ സൗഹൃദവും സുഭിക്ഷിതവും സംതൃപ്തിയും സമാധാനവും ഒക്കെ പങ്കിടുന്ന ആളുകളായി മാറണം. സ്വാർത്ഥതയോടുകൂടി പിടിച്ചു വയ്ക്കുവാനുള്ളതല്ലത്. അങ്ങനെ പിടിച്ചു വയ്ക്കുന്നവർ സെൽഫിഷ് ആളുകളാണ്. സെൽഫിഷ് മാൻ ഈറ്റിംഗ് ഹിംസെൽഫ് ആൻഡ് ഡിസ്ട്രോയിങ് ഹിംസെൽഫ് എന്നാണ്. ദൈവത്തിൽ നിന്നും ദാനമായിട്ട് കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള കുടുംബാംഗങ്ങൾക്ക്, സമൂഹത്തിലെ അംഗങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ, പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം.
സംതൃപ്തി, സമാധാനം ഇവ കുടുംബത്തിലും നാട്ടിലും പങ്കുവയ്ക്കുവാൻ കഴിവുള്ള ആളുകളാകണം. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക. ഇന്നത്തെ പ്രശ്നം എന്താണ്? ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളവരായി അവരുടെ ഇഷ്ടം നിറവേറ്റുവാനുള്ള തത്രപ്പാടിൽ കലഹങ്ങളും വിദ്വേഷങ്ങളും ചതിയും വഞ്ചനയും അസൂയയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിൽ അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ പരിശ്രമിക്കുക. അസമാധാനത്തിനും ജീവിതക്ലേശത്തിനും പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ദൈവത്തെ മറന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മയൊക്കെ അസമാധാനത്തിലേക്ക്, അസന്തുഷ്ടിയിലേക്കൊക്കെ നയിക്കുന്നത്. എന്താണ് തമ്പുരാനെ നീ എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് ഗദസമയൻ തോട്ടത്തിൽ രക്തം ഉയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു മരിക്കുമ്പോഴും തമ്പുരാനോട് ചോദിച്ച് അവിടുന്ന് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ പരിമേൽപ്പിക്കുന്നു എന്ന് പറയുവാൻ തക്കതുപോലെ വളരെ ഉന്നതമായ ഒരു മാതൃക നമുക്ക് കാണിച്ചു തന്നുവെങ്കിൽ ഇന്നത്തെ സമൂഹം ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നു, ദൈവത്തിന് കണ്ണില്ലേ കാതില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതേസമയം സമൃദ്ധിയും പണവും സുഖവും സൗകര്യമൊക്കെ വർദ്ധിക്കുമ്പോൾ സർവശക്തനെ മറന്ന് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം എൻ്റെ കഴിവാണ്, മിടുക്കാണ് എന്നുള്ള രീതിയിൽ ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ കുടുംബജീവിതമൊക്കെ നരകതുല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്താണ് കുടുംബമെന്ന്, കൂട്ടായ്മയെന്ന് ചിന്തിക്കുന്നത് ഏറെ ഉചിതമാണ്. കുടുംബമെന്നതിന് ഹീബ്രു ഭാഷയിൽ മിഷ്ഫ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോത്രം, വംശം എന്നീ അർത്ഥങ്ങളാണ് അതിനുള്ളത്. ഏകദേശം 300 പ്രാവശ്യത്തോളം ഈ പദം പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. കുടുംബത്തെ കുറിക്കുന്ന മറ്റൊരു പദം ഹീബ്രുവിലുള്ളത് ബൈത്ത് എന്നാണ്. അതിൻ്റെ അർത്ഥം ഭവനം എന്നാണ്. വ്യക്തിയുടെ സാമൂഹിക മാനത്തിൻ്റെ പ്രഥമവും അടിസ്ഥാനപരവുമായ പ്രകാശനമാണ് കുടുംബം. സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാന യൂണിറ്റ് കുടുംബമാണ്. ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും പിള്ളത്തൊട്ടിലാണ് കുടുംബം. വ്യക്തി ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിന് വേണ്ടതായ എല്ലാ പശ്ചാത്തലങ്ങളും അവരുടെ വളർച്ചയ്ക്ക്, ഉയർച്ചയ്ക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരിടമാണ് കുടുംബം. സാമൂഹിക ജീവിതത്തിൽ ഉചിതമായ പങ്കാളിത്തത്തിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള സജീവവും ഉത്തരവാദിത്വപൂർണമായ ഒരു വേദിയാണ് കുടുംബം. കുടുംബം ഒരു കൂട്ടായ്മയാണ്. ഫാമിലിയാരിസ് കൺസോർഷ്യം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും, മാതാവും പിതാവും ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും എല്ലാവരും ചേർന്നുള്ള ഒരു സ്നേഹ കൂട്ടായ്മയാണത്. ലോകത്തിന് ഭാവി കടന്നു പോകുന്നത് കുടുംബങ്ങളിലൂടെയാണ്. ആകയാൽ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെയും കേന്ദ്രങ്ങളായി എല്ലാ കുടുംബങ്ങളും രൂപാന്തരപ്പെടണമെന്ന് പരിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കുടുംബം ഒരു കൂട്ടായ്മയെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക സ്രോതസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നതും തിരുസഭയുമായുള്ള ഐക്യത്തിൻ്റെ മാതൃകയിൽ സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നതുമായ ഒരു ബഹുമുഖ സ്നേഹ ആവിഷ്കാരമാണ് കുടുംബജീവിതമെന്ന് സഭ ആധുനിക ലോകത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 48ാമത് പാരഗ്രാഫിൽ എടുത്തു പറയുന്നുണ്ട്. ദൈവിക ഐക്യത്തിൻ്റെയും ദൈവിക സ്നേഹത്തിൻ്റെയും മാതൃക മറ്റുള്ളവർക്ക് നൽകേണ്ട സ്രോതസ്സാണ് ക്രൈസ്തവ കുടുംബം. ഒന്നിച്ച് ജീവിച്ച്, ഭാരങ്ങൾ പങ്കുവച്ച്, ഭക്ഷിച്ച്, പ്രാർത്ഥിച്ച്, ഒരുമയോടെ കഴിയുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഇടമാണ് കുടുംബം. ക്രിസ്തീയ കുടുംബത്തിൻ്റെ മാതൃക നസ്രസിലെ തിരുക്കുടുംബമാണ്. തിരുക്കുടുംബത്തിൽ നീതിമാനും
ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന യൗസേപ്പ് എന്ന ഭർത്താവ്, തിരുക്കുടുംബത്തിന് സംരക്ഷകനായി രാത്രിയിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന യൗസേപ്പ്, തൻ്റെ ജീവിതത്തിന് നിർണായകമായ തീരുമാനങ്ങൾക്ക് മുമ്പ് ദൈവഹിതത്തിന് അടിയറവ് വയ്ക്കുന്ന യൗസേപ്പ്, തൻ്റെ ഭർത്താവിന് വിധേയമായി സഹനത്തിലൂടെ സ്നേഹത്തിലൂടെ ചരിക്കുന്ന ഭാര്യയായ പരിശുദ്ധ അമ്മ, തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുവാനും സംരക്ഷിക്കുവാനും വളർത്തുവാനും ത്യാഗം ചെയ്യുന്ന ദൈവത്തിൻ്റെ അമ്മ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ രക്ഷകനെ ലോകത്തിന് നൽകുവാൻ ആത്മാർത്ഥമായി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ നിൻ്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പ്രത്യുത്തരം നൽകുന്ന ഒരമ്മ. ഉത്തമ ഭാര്യയ്ക്ക് വേണ്ടതായ ഗുണങ്ങളെക്കുറിച്ച് സുഭാഷിതങ്ങൾ 31:20-21 വാക്യങ്ങൾ നാം കാണുന്നു. കുടുംബാംഗങ്ങളുടെ സംരക്ഷകയാകുക, അധ്വാനശീലം വളർത്തിയെടുക്കുന്ന, കുടുംബത്തിൻ്റെ ഐശ്വര്യങ്ങളുടെ കേന്ദ്ര ബിന്ദുക്കളാണ് നമ്മുടെ അമ്മമാർ. തന്നെ മറന്ന് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണവർ. കുഞ്ഞുങ്ങളെ കുറിക്കുന്ന ക്രിസ്തീയ കാഴ്ചപ്പാട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുവിൻ. മക്കൾ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറഞ്ഞവരായിരിക്കണം. നീതി, വിശ്വസ്തത, അറിവ്, വിവേകം, ദൈവഭക്തി ഇവയാൽ മക്കൾ നിറയണം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അത് എടുത്തു പറയുന്നുണ്ട്. നീതി, വിശ്വസ്തത, അറിവ്, വിവേകം, ദൈവഭക്തി. മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിക്കുന്ന യേശുവാണ് കുഞ്ഞുങ്ങൾക്ക് മാതൃക. മാതാപിതാക്കളുടെ കടമ എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, മക്കളെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. പൈതൽ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ മുമ്പിൽ കൃപയിലും വളർന്നു വന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കടമ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിന് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുടുംബജീവിതത്തെ തകർക്കുന്ന നിരവധി വെല്ലുവിളികൾ ഇന്ന് സമൂഹത്തിലുണ്ട്. പരസ്പര വിശ്വാസക്കുറവ്, പങ്കുവയ്ക്കുവാനുള്ള മനസ്സുകുറവ്, ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനുള്ള വിമുഖത, മദ്യമുൾപ്പെടെ സാമൂഹിക തിന്മകൾ ഒക്കെ നമ്മുടെ കുടുംബങ്ങളെ വളരെയധികം ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ കുടുംബം ദൈവത്തിൻ്റെ ഒരു കൂടാരമാണെന്നുള്ള സത്യം നാം വിസ്മരിക്കരുത്. കുടുംബത്തിലൂടെ തൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും കുടുംബങ്ങൾക്ക് തൻ്റെ സ്നേഹവും സാന്നിധ്യവും നൽകി ദൈവത്തിൻ്റെ മുഖം പുതിയ നിയമത്തിൽ യേശുവിലൂടെ തുടരുകയാണ്. എവിടെയൊക്കെ ആർക്കെല്ലാം തൻ്റെ സഹായവും സാന്നിധ്യവും ആവശ്യമായിരുന്നു അവിടെയെല്ലാം ഓടിയെത്തുന്ന യേശുവിനെ നമുക്ക് കാണാം. പരിശുദ്ധ അമ്മയുടെ ഉയരത്തിലായിരിക്കുമ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന ആ ഭവനത്തെ അനുഗ്രഹിക്കുകയും എലിസബത്തിനെയും അവയുടെ ഉദരഫലത്തെയും തൻ്റെ അരൂപിയാൽ നിറയ്ക്കുകയും ചെയ്യുന്ന യേശുവിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എലിസബത്തിൻ്റെ ഏകാന്തത, ദുഃഖം, അപമാനഭാരം എന്നിവ അകന്നു പോകുന്നു. കുടുംബങ്ങളിലേക്ക് നിരന്തരം രക്ഷയും സൗഖ്യവുമായി കടന്നു വന്ന ഒരു ദൈവത്തെ നാം കാണുന്നു. കാനായിലെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയും യേശുവും സന്നിഹിതരാണ്. വിരുന്നുകാർക്ക് വിളമ്പേണ്ട യഹൂദരുടെ ആവശ്യവിഭാഗം വീഞ്ഞ് അപ്രതീക്ഷിതമായി തീർന്നുപോയി. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ആദ്യത്തെ അത്ഭുതം ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്നു. നല്ല വീഞ്ഞ് അവസാനം വരെ കാത്തു സൂക്ഷിച്ചെന്നുള്ള ബഹുമാനം കൂടി ഈ കുടുംബത്തിന് ലഭിച്ചു. ഈശോയുടെ സാന്നിധ്യം ആ കുടുംബത്തിന് സംഭവിച്ച കുറവ് ആരുമറിയാതെ എടുത്തു നീക്കുകയും അനുഗ്രഹവും അഭിമാനവും കൊണ്ട് കുടുംബത്തെ നിറയ്ക്കുകയും ചെയ്തു. കുടുംബജീവിതത്തിൽ ദൈവം ദമ്പതികൾക്ക് നൽകുന്ന സ്നേഹവും ആവശ്യപ്പെടുന്ന വിശ്വസ്തതയും അവസാനം വരെ അഭംഗുരം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈശോ കുടുംബത്തിൽ എപ്പോഴും വേണം. ഒറ്റ സന്ദർഭത്തിലൂടെ യേശു സക്കേവുസിൻ്റെ ഭവനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ നിരവധിയാണ്. സമ്പത്തിൻ്റെ നടുവിലും അസമാധാനത്തിൽ കഴിഞ്ഞ കുടുംബത്തിൽ പെട്ടെന്ന് വന്ന മാറ്റങ്ങൾക്ക്
അയൽപക്കവും ബന്ധുക്കളുമൊക്കെ സാക്ഷികളാണല്ലോ. ഒരു മനുഷ്യനിലൂടെ മനുഷ്യകുലത്തെ മുഴുവൻ രൂപപ്പെടുത്തിയ ദൈവം ജീവൻ പകർന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ കുടുംബത്തിലൂടെ അനുസ്യൂതം തുടരുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും കരകവിഞ്ഞൊഴുകലാണ് ഓരോ കുടുംബത്തിലും നാം കാണുക. കുടുംബങ്ങൾക്ക് നിയോഗവും നിശാബോധവും നേതൃത്വം നൽകി ദൈവം സൃഷ്ടിജാലങ്ങൾക്കെല്ലാം ഓരോ കുടുംബത്തെയും നയിച്ചുകൊണ്ട് സൃഷ്ടിജാലങ്ങൾക്കെല്ലാം പേരിടാൻ അനുവദിച്ചുകൊണ്ട് മനുഷ്യൻ്റെ മഹത്വവും ഉന്നതിയും ശക്തിയും ദൈവം വെളിപ്പെടുത്തുന്നു. സഖിയായും സഹായകനായും ഉടമയായും സംരക്ഷകനായും വാഗ്ദാനങ്ങൾ നൽകിയും അവയെ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവം കൂടെയുണ്ട്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിന്റെ ദൈവമായ കർത്താവാണ്, ഞാൻ നിനക്ക് പരിചയമാണ്, നിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന കുടുംബങ്ങൾ ഭാഗ്യമുള്ളവയാണ്. ഭൂമിയിലെ കുടുംബങ്ങളെല്ലാം വിശുദ്ധീകരിച്ച് തിരുക്കുടുംബത്തിലാക്കുവാൻ വേണ്ടി യേശു ഒരു കുടുംബത്തിലാണ് പിറന്നത്. കുടുംബത്തിൽ പിറക്കാനും വളരുവാനും പരിശീലനം സ്വീകരിക്കുവാനും മനുഷ്യമക്കളുടെ കൂടെ വസിക്കുവാനും ദൈവം തിരുമനസ്സായാൽ അതിൻ്റെ പിന്നിൽ മഹനീയമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ആദ്യ പാപത്തിലൂടെ തകർന്ന കുടുംബത്തെ നവീകരിക്കുക, പുനരുദ്ധരിക്കുക, ഇതാണ് കർത്താവ് ഒരു ഭവനത്തിൽ വന്ന് പിറന്നത്. ലാളിത്യം നിറഞ്ഞ തിരുക്കുടുംബം അധ്വാനത്തിലും പ്രാർത്ഥനയിലും പരസ്പര സ്നേഹത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി. കുടുംബാംഗങ്ങൾ ഹൃദയ ഐക്യത്തിലും പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും വർദ്ധിക്കുമ്പോൾ ദൈവം അവരെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. കുടുംബം ദൈവത്തിൻ്റെ പ്രഥമവും പ്രധാനവും മനോഹരവുമായ മാധ്യമമാണ്. മനുഷ്യനും വിവാഹവും കുടുംബവും ദൈവവും ദൈവിക പദ്ധതികളും ഉപരിപ്ലവമായി വ്യാഖ്യാനിക്കപ്പെടേണ്ടവയല്ല. മാധ്യമങ്ങൾ, സീരിയലുകൾ, നവമാധ്യമങ്ങൾ എന്നിവയുടെ കടന്നുകയറ്റം കുടുംബപദ്ധതിക്ക് കോട്ടം വരുത്തുന്നു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കുടുംബങ്ങളുടെ തുടർച്ചയാണ് ഓരോ കുടുംബവും. അബ്രാഹത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കി തീർത്തുകൊണ്ട് ഭൂമുഖത്തുള്ള സകല കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം സ്നേഹിക്കുവാനും സ്നേഹത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുവാനുമുള്ള ഒരു ദൈവകൃപയാണ്. ഈ കൃപ ദൈവം മുൻകൈയെടുത്ത് നൽകുന്നതാണ്. ദൈവത്തിന് മനുഷ്യരോടുള്ള ഔദാര്യമാണത്. കുടുംബം ദൈവത്തിൻ്റെ സുവിശേഷം കണ്ട് അത്ഭുതാവഹവും ആശ്ചര്യകരവുമായ ദൈവിക സംവിധാനമാണ്. ഓരോ കുടുംബത്തിനും ദൈവിക നിയോഗമുള്ള ഒരു സന്ദേശം ദൈവത്തിന് നൽകുവാനുണ്ട്. ആദവും കുടുംബവും പർദീസായിൽ നിന്നും പുറന്തള്ളപ്പെട്ടപ്പോൾ കൂടുതൽ മനുഷ്യനെ വീണ്ടും പർദീസായിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പദ്ധതി ദൈവം ആവിഷ്കരിച്ചു. ഓരോ കുടുംബവും ദൈവത്തിൻ്റെ മഹത്വ കൂടാരമാണ്, വാസസ്ഥലമാണ്. എത്ര നിശബ്ദമായി ജീവിച്ചാലും ഓരോ കുടുംബവും ആശയവിനിമയം നടത്തുകയാണ്. കുടുംബത്തിൽ നന്മ വളരുമ്പോൾ അശരണരെയും നിരാലംബരെയും തേടി സഹായം നൽകുമ്പോൾ ദൈവത്തിൻ്റെ നന്മകളാണ് വാരി വിതറുന്നത്. ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന ഓരോ കുടുംബം ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. അനുദിന ജീവിതത്തിലൂടെ, ജീവിത മാതൃകയിലൂടെ, ജീവിത സാക്ഷ്യത്തിലൂടെ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണ്. കുടുംബ പ്രാർത്ഥന, കൂട്ടായ്മ, പരസ്പര സ്നേഹം, കഠിനാധ്വാനം, തങ്ങൾക്കുള്ളത് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുന്നതിലൂടെ കുടുംബം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. ഓരോ കുടുംബവും ക്രിസ്തുവാകുന്ന ദീപത്തെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കണം. ഓരോ കുടുംബവും ദൈവത്തിൻ്റെ സകലർക്കും വേണ്ടിയുള്ള ഏറ്റവും മനോഹരവും ശക്തവുമായ പദ്ധതി രൂപാന്തരപ്പെടുത്തണം. ഇന്നത്തെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന സ്ത്രീ പുരുഷന്മാരിൽ നിന്നുമാണ് ഒരു കുടുംബം ജന്മം
മനോഭാവങ്ങളും അനുരൂപപ്പെടേണ്ടത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് അനിവാര്യമാണ്. ഇതിന് ആശയവിനിമയം എങ്ങനെ നിർവഹിക്കണമെന്ന് നോക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ്. പരസ്പര ആശയവിനിമയത്തിലൂടെ മാത്രമേ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നല്ല കുടുംബങ്ങളിൽ ഇത് പലപ്പോഴും അത്ര കണ്ട് പ്രകടമല്ല. സംവേദനം ചെയ്യപ്പെടാത്ത ആശയങ്ങളും അഭിലാഷങ്ങളും ദമ്പതികൾക്കിടയിൽ അകൽച്ചയും ആശയക്കുഴപ്പവും ഉണ്ടാക്കുന്നു. ജീവിത പങ്കാളിയിൽ നിന്നും ലഭിക്കാത്ത സ്നേഹത്തിന് പകരം ചാനലുകളുടെയും വെബ്സൈറ്റുകളുടെയും അടിമകളായി അതിലാശ്രയിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നു. അതിലൂടെ ജീവിത പങ്കാളിയായി സമർപ്പിക്കേണ്ട സമയവും ജീവിതവും മാധ്യമങ്ങളുടെ ഭാവനാ ലോകത്ത് പാഴാക്കുന്നു. സാമ്പത്തിക സ്വാശ്രയത്തിലെ ദമ്പതികൾ ഓരോരുത്തരും മത്സരിക്കുകയാണ്. സാമ്പത്തിക സ്വയം പര്യാപ്തത നേടുന്നതിലൂടെ ആർക്കും ആരെയും ആശ്രയിക്കാതെ ജീവിക്കാമെന്ന അവസ്ഥ. കുടുംബബന്ധങ്ങളിലെ പ്രതിബദ്ധത അറ്റുപോകുന്നു. അണുകുടുംബങ്ങൾ ത്യാഗനിർഭരമായ പ്രതിബദ്ധതയ്ക്ക് പകരം സ്വാർത്ഥതയുടെ കൂടാരമായി മാറുന്നു. എല്ലാറ്റിൻ്റെയും സംലഭ്യതയിലാണ് ഇന്നത്തെ കുട്ടികൾ ജീവിതം ആരംഭിക്കുന്നത്. ജീവിതത്തിൽ പരിവരുത്ത ക്ലേശങ്ങളും യാഥാർത്ഥ്യങ്ങളും അവർക്ക് അന്യമാണ്. ആധുനിക തലമുറ പരിശീലിപ്പിക്കുന്ന ആസൂത്രണ വൈദഗ്ധ്യവും സിദ്ധാന്ത ശകലങ്ങളും കുടുംബത്തിൻ്റെ പ്രാഥമിക തലത്തിൽ പലപ്പോഴും പരാജയം നേരിടുന്നു. കൗമാരക്കാർ ഒരുപാട് ജിജ്ഞാസകളും ഉത്കണ്ഠകളും പേർന്നവരാണ്. ഇതിനെ അതിജീവിക്കാൻ പോരുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം പലപ്പോഴും കുടുംബങ്ങളിൽ കാണാറില്ല. ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോരുന്ന സൗഹാർദ്ദ വേദികളായി കുടുംബങ്ങൾ മാറണം. ആവശ്യമുള്ള പശ്ചാത്തല അന്വേഷണമില്ലാതെ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്കായി ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. കുടുംബ ബന്ധങ്ങൾ തച്ചുടയ്ക്കുന്ന മറ്റൊരു വെല്ലുവിളിയാണ് സാമൂഹിക തിന്മകളുമായ മദ്യം, മയക്കുമരുന്ന്, മറ്റ് ദുശ്ശീലങ്ങൾ. ക്ഷമാപൂർവമായ കാത്തിരിപ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ അപജയത്തിൽ ഉൾപ്പെട്ടവരെ ജീവിത പങ്കാളികളെ തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കണം. ഓരോ വ്യക്തിയും സ്വയം അറിഞ്ഞും പരസ്പരം വളർത്തിയുമാണ് കുടുംബം കരുപിടിപ്പിക്കേണ്ടത്. പലപ്പോഴും ഈ വൈകാരികമായ പക്വതയിലേക്ക് കുടുംബാംഗങ്ങൾ വളരുന്നില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്ന കുടുംബാംഗങ്ങൾ കുടുംബം ശൈഥില്യത്തിന് വഴിനിടുന്നു. അടിസ്ഥാന വൈകാരിക പക്വത ശൈശവകാലം മുതലേ കുട്ടികൾക്ക് നൽകണം. ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയിലൂടെ നിവൃത്തിയാകലിന് ദൈവം സ്ഥാപിച്ച സാമൂഹിക സംവിധാനമാണ് കുടുംബം. കുടുംബത്തിൽ ദമ്പതികളുടെ ക്ഷേമവും കുഞ്ഞുങ്ങളുടെ പരിശീലനവും ഉറപ്പാക്കപ്പെടണം. വൃദ്ധരും യുവജനങ്ങളും വിധവകളും കുടുംബത്തിൽ സംരക്ഷിക്കപ്പെടണം. കുടുംബത്തിലെ വെല്ലുവിളികളെ സമചിത്തതയോടെ നേരിടണം. ദൈവസ്ഥാപിതമായ സംവിധാനത്തെ സംരക്ഷിക്കാൻ ദൈവകരം എപ്പോഴും കൂടെയുണ്ട്. കുടുംബത്തിലെ ആത്മാക്കളുടെ നന്മയ്ക്കായി ഉണർന്ന് ഉത്സുകരാകാം. അതാണല്ലോ അത്യുന്നത നിയമം. ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 ഒക്ടോബർ മാസം നൽകിയ കുടുംബ സിനഡിലെ സമാപന സന്ദേശത്തിൽ അദ്ദേഹം അത് എടുത്തു പറയുകയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമുക്ക് ഉത്സുകരാകാം. അതേ പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ ബലി, ത്യാഗത്തിൻ്റെ ബലിവേദിയിൽ അർപ്പിക്കുന്ന പുരോഹിത തുല്യരായ മാതാപിതാക്കൾ, ദൈവം അവർക്ക് ദാനമായി നൽകിയ രക്തത്തിൻ്റെ രക്തമായ മജ്ജയുടെ മജ്ജയായ അനുഗ്രഹീത സന്താനങ്ങളെ, അനന്ത സാധ്യതകളുള്ള മക്കളെ അനുദിനം ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇവരാരായിത്തീരണം, അതിനുള്ള അനുഗ്രഹം തന്നാലും എന്ന് പ്രാർത്ഥിക്കുക. അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ വളർത്തുക, ഉയർത്തുക. അവരെക്കാലവും കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും അഭിമാനമുള്ള മക്കളായി മാറും. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തിരുക്കുടുംബത്തിൽ വന്ന് ജനിച്ച് കുടുംബത്തെ വിശുദ്ധീകരിച്ച യേശു തമ്പുരാൻ പരിശുദ്ധ അമ്മയുടെയും അധ്വാനിക്കുന്ന തലമുറയുടെ ആത്മീയ പിതാവായ നീതിമാനായ യൗസേപ്പിൻ്റെയും മധ്യസ്ഥതയിൽ നമ്മുടെ കുടുംബങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.